കോൺഗ്രസ് പി.വി. അൻവർ തർക്കത്തിൽ അന്തിമ തീരുമാനമായില്ല. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അൻവറിനെ യു.ഡി.എഫിന്റെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് യു.ഡി.എഫ്. യോഗ തീരുമാനം യു.ഡി.എഫ് കൺവീനർ പി.വി. അൻവറെ അറിയിച്ചു. അൻവറിന്റെ പ്രതികരണം അനുസരിച്ചാകും തുടർ നീക്കം. അതേസമയം മുന്നണി പ്രവേശനം വേണമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. അൻവറിൽ നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർച്ചയായും അദ്ദേഹം അത് പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനിയും തുടർന്നുള്ള നാളുകളിലും ഇപ്പോൾ യു.ഡി.എഫിൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ശ്രീ അൻവറിനെ ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനാ സന്തോഷമില്ലാത്ത തന്നെ ഒരു വിഷയമില്ലല്ലോ. പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. കാർമേഘം ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ സന്ദേഹങ്ങളെ ഉണ്ടായിരുന്നു. നല്ലതിനു വേണ്ടി കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇന്നത്തെ ഒരു പകൽ കാത്തിരുന്നിട്ടും അൻവറിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഷൗക്കത്തിനെതിരായ പരാമർശം പിൻവലിക്കണം, അങ്ങനെയെങ്കിൽ അസോസിയേറ്റ് മെമ്പറാക്കാം എന്നാണ്. ഇനിയിപ്പോൾ തീരുമാനം അൻവറിന് വിട്ടിരിക്കുകയാണോ യു.ഡി.എഫ്? ദിവ്യ, അൻവറിന് അനുകൂലമായി എന്നുള്ളതല്ല, ഈ ധാരണയിലുണ്ടായ തീരുമാനം, അതായത് ഇതുവരെയുള്ള വെച്ചാൽ യു.ഡി.എഫും അൻവറുമായിട്ടുള്ള ധാരണയായിരുന്നു. അതിനപ്പുറത്തേക്ക് യു.ഡി.എഫ് യോഗം ചേർന്ന് ഔദ്യോഗികമായി തന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകാമെന്ന കാര്യം ഔദ്യോഗികമായി ആദ്യമായി തന്നെ പ്രഖ്യാപിച്ചു. അതേസമയം അതിനൊരു നിബന്ധന തരത്തിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണക്കണം എന്നുള്ളതാണ്. അത് ആദ്യം തന്നെ യു.ഡി.എഫ് തീരുമാനമെടുക്കുകയും യു.ഡി.എഫ് കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി അത് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം അൻവറിന്റെ നിലപാടെന്ന് പറയുന്നത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് മതിയാകില്ല, പകരം യു.ഡി.എഫിന്റെ ഘടകകക്ഷിയാക്കണം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, 2 സീറ്റ്, നേരത്തെ 1 സീറ്റായിരുന്നു ശരിക്കും യു.ഡി.എഫ് വാഗ്ദാനം ചെയ്തിരുന്നത്, 2 സീറ്റും വേണമെന്ന നിലപാട് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഈ 7 മണിക്കാണ് ഒരു മണിക്കൂർ നീണ്ട യോഗം യു.ഡി.എഫ് നേതാക്കൾ ചേർന്നത്. ഇതിന് മുന്നോടിയായി തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി അൻവറുമായി ചില ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ ഏറെക്കുറെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ധാരണയായിരുന്നു. കാരണം അതിനുശേഷം പതിയെ മെമ്പർഷിപ്പിലേക്ക് പോകാം എന്നൊരു ധാരണ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേസമയം തീരുമാനം യോഗം അറിഞ്ഞതിന് ശേഷം, ഈ തീരുമാനം അല്ലെങ്കിൽ യോഗം കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല പി.വി. അൻവറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇനി തീരുമാനത്തിൽ ഇല്ല എന്ന കാര്യം അദ്ദേഹത്തോട് അറിയിച്ചു. മാത്രമല്ല 2 സീറ്റ് വേണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു അനിശ്ചിതത്വം, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തതിന്റെ ഒരു പ്രശ്നം യു.ഡി.എഫ് നേതാക്കളും ഇദ്ദേഹത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എന്തായാലും തീരുമാനം യു.ഡി.എഫ് അറിയിച്ചിട്ടുണ്ട്. ഇനി അൻവറിന്റെ മുന്നിൽ തന്നെയാണ് പന്തുള്ളത്. നാളെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് അൻവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യു.ഡി.എഫിന്റെ ഈ തീരുമാനം അംഗീകരിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ അദ്ദേഹം പറയും. അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയും ചെയ്യും. അംഗീകരിക്കുകയാണെങ്കിൽ യു.ഡി.എഫിന്റെ ഒപ്പം പി.വി. അൻവർ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിലമ്പൂരിൽ 3ാമത്തെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ മത്സരിക്കുമെന്നുള്ളതാണ് നിലവിലെ ചിത്രം. ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് യു.ഡി.എഫിന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാകുമോ ടി.എം.സി പി.വി. അൻവർ എന്ന് നമുക്ക് നാളെ അറിയാം. നാളെ രാവിലെയാണ് പി.വി. അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.